A very good morning, my dear students. Today, in my class, the learning objectives of our class is to know about the terms used in forward contract and what is spot contract and difference between spot and forward contract, advantages and limitations of forward. So, let's start. What are the basic terms that should be used in forward contract? Terms എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് കോൺട്രാക്റ്റിൽ ബേസിക്കലി കോൺട്രാക്ട് ഹോൾഡേഴ്സ് ഉപയോഗിക്കുന്ന ടേംസുകൾ എന്തെല്ലാമാണെന്നാണ്. ദറ്റ് അണ്ടർലൈങ് അസെറ്റ്, ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ യുവർ യൂണിവേഴ്സിറ്റി എക്സാംസ് ലൈക്ക് 2 mark questions. What do you mean by underlying asset? What is expiration date in forward contract, and what is quantity and what is price, what is long position and what is short position, like that. Small questions may be asked in your university exam. So the terms used in forward contract, first, what is underlying asset? Underlying asset nu പറഞ്ഞു കഴിഞ്ഞാൽ it refers to the asset on which the forward contract is made. ഫോർവേഡ് കോൺട്രാക്റ്റ് ഏതൊരു അസറ്റിലാണോ, നമ്മൾ ഡെറിവേറ്റീവ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെറിവേറ്റീവ്സ് എന്ന ടേം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, is derived from the value of that underlying asset. ഇപ്പോൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി ഇക്വിറ്റി ഷെയർസ്, ഇൻഡിസസ്, കമ്മോഡിറ്റി, കറൻസി, ഇൻട്രസ്റ്റ് റേറ്റ്, അങ്ങനെയെല്ലാം ആവാം. then എന്താണ് ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the party that agrees to buy an underlying asset in a future date is said to have a long position. So ഏതൊരു പാർട്ടിയാണോ ഒരു അണ്ടർലൈങ് അസറ്റ് വാങ്ങുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു ട്രേഡറും ഫാർമറും തമ്മിലാണ് ഫോർവേഡ് കോൺട്രാക്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ദ ട്രേഡർ ഈസ് സെറ്റ് ടു ഹോൾഡ് എ ലോങ് പൊസിഷൻ. ബിക്കോസ് ബയ്യർ ആയിട്ട് വരുന്നത് ആരാണ് അവിടെ? ട്രേഡറാണ് ഫാർമറിൻ്റെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. സോ ട്രേഡർ ആണ് അവിടെ ബയർ പൊസിഷൻ. ആ ബയർ പൊസിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോങ്. then ആരാണ് ഒരു ഷോർട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത്? ദ പാർട്ടി ദാറ്റ് എഗ്രീസ് ടു സെൽ ആൻഡ് അണ്ടർലൈങ് അസെറ്റ്. സെല്ലർ പൊസിഷനിലുള്ള ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷോർട്ട് പൊസിഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ കോൺട്രാക്ട് പ്രൈസ് ഓർ ഡെലിവറി പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ പ്രൈസ് അറ്റ് വിച്ച് ദ ഫോർവേഡ് കോൺട്രാക്ട് ഈസ് സെറ്റിൽഡ് ഓൺ എക്സ്പയറേഷൻ ഈസ് സെഡ് ടു ബി കോൺട്രാക്ട് പ്രൈസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 1200 പെർ ക്വിൻ്റൽ വീറ്റ് ട്രേഡിംഗ് ഫാർമറും ട്രേഡറും തമ്മിൽ നടത്തുകയാണെങ്കിൽ അവിടെ ബയർ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡറും സെല്ലർ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമറുമാണ്. ഇനി ആ പെർ ക്വിൻ്റലിൻ്റെ യഥാർത്ഥ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1300 ആണെന്ന് വിചാരിക്കുക. 1300 ആണെന്ന് വിചാരിക്കുക. ബട്ട് ഇപ്പോൾ അതിൻ്റെ സ്പോട്ട് പ്രൈസ്, അതായത് ഇപ്പോഴത്തെ ഒരു നിലവാരം അതിൻ്റെ 1200 പെർ ക്വിൻ്റൽ ആണെങ്കിൽ സ്പോട്ട് പ്രൈസ് 1200ഉം കോൺട്രാക്റ്റ് എഗ്രിമെൻ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ പ്രൈസ് 1300ഉം ആണ്. സോ ഇവിടെ ഫാർമർക്ക് എന്താണ്? ലാഭമാണ് ഉണ്ടായിരിക്കണേ. കാരണം സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1200 ഉള്ളൂ, പക്ഷേ കോൺട്രാക്റ്റ് എഗ്രിമെന്റ് ചെയ്ത സമയത്ത് 1300 ആയതുകൊണ്ട് അയാൾക്ക് 100 പെർ ക്വിൻ്റൽ ലാഭമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ കോൺട്രാക്ട് പ്രൈസ് അല്ലെങ്കിൽ ഡെലിവറി പ്രൈസ് എന്ന് പറയുക. ദെൻ എക്സ്പയറേഷൻ ഡേറ്റ്. എക്സ്പയറേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് ഓൺ വിച്ച് ദ ഫോർമൽ കോൺട്രാക്ട് എക്സ്പയേഴ്സ്, അല്ലെങ്കിൽ എക്സ്പയറേഷൻ ഡേറ്റ് 1 December 2019 ആണെന്ന് വിചാരിക്കുക. ആ ഡേറ്റിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ കോൺട്രാക്റ്റ് സെറ്റിൽമെൻറ്റ് നടത്തേണ്ടത്. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സ്പയറേഷൻ ഡേറ്റ് എന്ന് വിളിക്കുന്നത്. സോ അണ്ടർലൈങ് അസറ്റ് എന്താണ്? ലോങ് പൊസിഷൻ എന്താണ്? ഷോർട്ട് പൊസിഷൻ എന്താണ്? ഒരു സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഡെലിവറി പ്രൈസ് അല്ലെങ്കിൽ കോൺട്രാക്ട് പ്രൈസ് എന്താണ്? ദെൻ എക്സ്പയറേഷൻ ഡേറ്റ് എന്താണ് ഇൻ ഫോർവേഡ് കോൺട്രാക്ട്. ദീസ് ആർ ദ ബേസിക് ടേംസ് യൂസ്ഡ് ഇൻ ദ ഫോർവേഡ് കോൺട്രാക്ട്. ഇനി നമ്മൾ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ സ്പോട്ട് കോൺട്രാക്ട് ആൻഡ് ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്പോട്ട് കോൺട്രാക്ട് ആൻഡ് ഫോർവേഡ് കോൺട്രാക്ട് നോക്കാം. ഒരു സ്പോട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? A spot contract is one where the contract is performed immediately by both parties. On the other hand, in forward contract, the contract is performed at a future date. സ്പോട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് പെർഫോം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യണതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പോട്ട് കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഫ്യൂച്ചർ ഡേറ്റിൽ പെർഫോം ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിനെയാണ് നമ്മൾ
ഫോർവേഡ് കോൺട്രാക്റ്റും എന്ന് വിളിക്കുന്നത്. ദെൻ സ്പോട്ട് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പോട്ട് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൗണ്ടർ പാർട്ടി റിസ്ക് ഒന്നുമില്ല. ബട്ട് ഫോർവേഡ് കോൺട്രാക്റ്റിനാണെങ്കിൽ കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബയറും സെല്ലറും തമ്മിൽ അവരുടെ മോട്ടീവ്സ് മാറാനായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് ഫോർവേഡ് കോൺട്രാക്ട്. സ്പോട്ട് കോൺട്രാക്റ്റിൽ അങ്ങനെയല്ല, ഓൺ ദ സ്പോട്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ടൈം ഇമ്മീഡിയറ്റ് പ്രൈസിലാണ് നമ്മൾ അവിടെ സെല്ലിംഗ് നടത്തുന്നത് അല്ലെങ്കിൽ ട്രേഡിംഗ് നടത്തുന്നത്. സോ അതുകൊണ്ടാണ് അവിടെ കൗണ്ടർ പാർട്ടി റിസ്ക് ഇല്ലാതെ വരുന്നത്. Then spot contract can arise between the parties not knowing each other. സ്പോട്ട് ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ഓൺലൈൻ ട്രേഡിംഗ് ഒക്കെ നടത്തുകയാണെങ്കിൽ അവിടെ ബയറും സെല്ലറും തമ്മിൽ നേരിട്ട് കാണേണ്ട അല്ലെങ്കിൽ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ നോട്ട് നോയിങ് ഈച്ച് അതർ ആയിട്ട് നമുക്ക് എന്ത് നടത്താൻ പറ്റും? സ്പോട്ട് കോൺട്രാക്ട് നടത്താൻ പറ്റും. പക്ഷേ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റിൽ കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ പാർട്ടീസ് ഓഫ് എ ഫോർവേഡ് കോൺട്രാക്റ്റിൽ ബയർക്കും സെല്ലർക്കും ദേ ക്യാൻ നോ ഈച്ച് അതർ എന്നാണ് വൺ ഓഫ് ദ അതർ ഡിഫറൻസ് വി ക്യാൻ സേ. Then in the spot contract, hedging and speculation are not possible. അതുപോലെ സ്പോട്ട് മാർക്കറ്റിന്റെ പ്രത്യേകത എന്താ? നമുക്ക് ഹെഡ്ജിങ്, അവോയ്ഡിങ് റിസ്കിങ്ങിനുള്ള ടൈമും കിട്ടില്ല. വാച്ച് ചെയ്ത് നിൽക്കാനുള്ള മൂവ്മെന്റ്സ്, പ്രൈസ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ പ്രൈസ് വൊളാറ്റിലിറ്റി നമുക്ക് വാച്ച് ചെയ്ത് നിൽക്കാനായിട്ടുള്ള സാഹചര്യവും എവിടെ ഇല്ല? സ്പോട്ട് കോൺട്രാക്റ്റിൽ ഇല്ല. ബട്ട് ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഹെഡ്ജിങ്ങും സ്പെക്കുലേഷനും പോസിബിൾ ആണ്. സോ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. സ്പോട്ട് ആൻഡ് ഫോർവേഡ് കോൺട്രാക്ട്. Spot and forward contract. Spot contract is one where the contract is performed immediately, and forward contract is the contract performed at a future date. And spot transaction, there is no counterparty risk. Counterparty risk illa, but in forward contract always a counterparty risk. Then spot contract can arise between the parties not knowing each other, and on the other hand, parties to a forward contract must know each other. In a spot contract, hedging and speculation are not possible, but in a forward contract, hedging and speculation are possible. And അടുത്തത് നമ്മൾ സ്പോട്ട് കോൺട്രാക്റ്റിനെ കുറിച്ചിട്ട് ഒന്നും നോക്കാം. ഒരു മീനിങ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. സ്പോട്ട് കോൺട്രാക്റ്റിൽ സ്പോട്ട് ട്രാൻസാക്ഷൻ ഈസ് എ കോൺട്രാക്ട് ഓഫ് ബൈയിങ് ഓർ സെല്ലിങ് എ കമ്മോഡിറ്റി ആവാം, സെക്യൂരിറ്റി ആവാം, കറൻസി ആവാം. പക്ഷെ എന്താ പ്രത്യേകത? ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ് ആണ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ആൻഡ് ഡെലിവറി ആണ് ഓൺ ദ സ്പോട്ട് ഡേറ്റ്, വിച്ച് ഈസ് നോർമലി 2 business days ആഫ്റ്റർ ദ ട്രേഡ് ഡേറ്റ്. ദ സെറ്റിൽമെന്റ് പ്രൈസ് ഈസ് കോൾഡ് സ്പോട്ട് പ്രൈസ് അല്ലെങ്കിൽ സ്പോട്ട് റേറ്റ്. അപ്പോൾ ഒരു സ്പോട്ട് കോൺട്രാക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? എ സ്പോട്ട് കോൺട്രാക്ട് ഈസ് എ കോൺട്രാക്ട് വിത്ത് എ ഫോർവേഡ് കോൺട്രാക്ട് ഓർ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് വെർ കോൺട്രാക്ട് ടേംസ് ആർ എഗ്രീഡ് നൗ ബട്ട് ഡെലിവറി ആൻഡ് പേയ്മെന്റ് വിൽ ഒക്യൂർ അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. അതായത് സ്പോട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചർ കോൺട്രാക്റ്റും ആവാം, ഫോർവേഡ് കോൺട്രാക്റ്റും ആവാം. പക്ഷേ കോൺട്രാക്ട് ടേംസ് എഗ്രീഡ് ഇപ്പം തന്നെ ആയിരിക്കും. പക്ഷേ പേയ്മെന്റ് അല്ലെങ്കിൽ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചർ ഡേറ്റിലായിരിക്കും ഒക്കൂർ ചെയ്യുക. നോർമലി 2 business days ആഫ്റ്റർ ദ ട്രേഡ് ഡേറ്റ്. ട്രേഡ് ഡേറ്റ് ഇപ്പോൾ 12th December ആണെങ്കിൽ 14th December ആയിരിക്കും അതിൻ്റെ ഫ്യൂച്ചർ ഡേറ്റ് അല്ലെങ്കിൽ ഡെലിവറി അതിലേക്ക് പേയ്മെൻറ്റ് നടക്കുന്നത് എന്നാണ് സ്പോട്ട് കോൺട്രാക്റ്റിൽ പറയുന്നത്. സോ എല്ലാവർക്കും സ്പോട്ട് കോൺട്രാക്റ്റ് എന്താണെന്നും ഡിഫറൻസ് ബിറ്റ്വീൻ സ്പോട്ട് കോൺട്രാക്ട് ആൻഡ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്താണെന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് അടുത്തത് നമ്മൾ ഒരു എക്സാമ്പിൾ, അതായത് ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ എക്സാമ്പിളാണ് നമുക്ക് നോക്കുന്നത്. ഇപ്പോൾ ഒരു ട്രേഡിംഗ് നടക്കുകയാണ്. ആര് തമ്മിൽ? ഒരു ട്രേഡറും ഒരു ഫാർമറും തമ്മിൽ. ഇപ്പോൾ ട്രേഡർ എന്ന് പറയുന്ന ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുഡ് മാനുഫാക്ചറർ ആണെന്ന് വിചാരിക്കുക. ട്രേഡർ മേ ബി ഫുഡ് ഫാക്ടറി. അയാൾക്ക് ഫുഡ് ഫാക്ടറി നടത്തുന്ന ആളായതുകൊണ്ട് തന്നെ അയാൾക്ക് ബ്രെഡ് മേക്കിംഗ് ആണ് അയാളുടെ ഫീൽഡ് എന്ന് വിചാരിക്കാം. അപ്പോൾ ബ്രെഡ് മേക്കിംഗ് ഫീൽഡ് ഉള്ള ഒരു ട്രേഡർക്ക് വീറ്റ് ആവശ്യമായിട്ടുണ്ടല്ലേ. അപ്പോൾ ആ കമ്മോഡിറ്റി ട്രേഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത്, അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിൻ്റെ. സോ ഇവർ തമ്മിൽ ഒരു ഫോർവേഡ് കോൺട്രാക്ട് സൈൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അവിടെ ഫാർമറുടെ കയ്യിൽ 500 kilograms ഓഫ് വീറ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം അതിനെ സെയിലിംഗ് നടത്താനായിട്ട് ഉദ്ദേശിക്കുകയാണ് ₹40 per kilogram ആഫ്റ്റർ 3 months. അതായത് അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? ഫാർമറും ബ്രെഡ് മേക്കറും ആറ്റ് മാനുഫാക്ചറാണ്. അപ്പോൾ ഇവിടെ ആരാണ് ട്രേഡർ, ആരാണ് ഫാർമർ? ട്രേഡർ എന്ന് പറയുന്നത് ബ്രെഡ് മേക്കറും ഫാർമർ എന്ന് പറയുന്നത് ആരാണ്? ഫാർമർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പൊസിഷൻ എന്താ ഹോൾഡ് ചെയ്യുന്നത്? ബ്രെഡ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അയാൾ ട്രേഡറാണ്. സോ ഹി ഹോൾഡ് ദ
ലോങ് പൊസിഷൻ അല്ലേ, ബയ്യറാണ്, അപ്പോൾ അയാൾ ലോങ് പൊസിഷൻ ഹോൾഡ് ചെയ്യണം. ഫാർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്താണ്, ഷോർട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യാണ്. സോ ഇവിടെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീറ്റ് ആണ്. ദെൻ സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 കിലോഗ്രാമിന് ₹40 പെർ കിലോഗ്രാം ആണ്. അവിടെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. സോ സ്പോട്ട് പ്രൈസും ഡെലിവറി പ്രൈസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെയിം ആണ്. സോ സ്പോട്ട് പ്രൈസും ഡെലിവറി പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവിടെ പ്രോഫിറ്റും, ഒരാളുടെ പ്രോഫിറ്റ് മറ്റൊരാളുടെ ലോസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇവിടെ സ്പോട്ട് പ്രൈസ് കൂടി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ₹40 പകരം ₹50 ആയിട്ടാണ് നിൽക്കുക എന്ന് വിചാരിക്കുക. സോ ഇവിടെ ആർക്കാണ് ലാഭം വരിക, ഫാർമർക്കാണോ ബ്രെഡ് മേക്കർക്കാണോ? ₹50 ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡെഫിനറ്റ്ലി ബ്രെഡ് മേക്കർ അഥവാ ട്രേഡർക്കാണ് ലാഭം വരിക. കാരണം സ്പോട്ടിൽ 50 ഉണ്ടെങ്കിലും അയാൾക്ക് ₹40 ഫാർമറിൻ്റെ നിന്ന് വാങ്ങാൻ പറ്റി. ഇനി നേരെ തിരിച്ച് ₹40 പകരം ₹30 ആണെന്ന് വിചാരിക്കുക. സോ ഇപ്പോൾ ഇവിടെ ആർക്കാ ലാഭം, ഫാർമർക്കാണ് ലാഭം അഥവാ സെല്ലർക്കാണ് ലാഭം. ബിക്കോസ് സ്പോട്ടിൽ അവിടെ എന്തില്ല, ₹40 അല്ലെങ്കിൽ റൈസ് അല്ല, പകരം ഫാളിംഗ് പ്രൈസ് ആണ് വന്നേക്കുന്നത്. സോ ഹി ക്യാൻ ഹെഡ്ജ് ദ റിസ്ക് ബൈ മേക്കിംഗ് എ കോൺട്രാക്ട് വിത്ത് ദ ട്രേഡർ അഥവാ സെല്ലർ. സോ ഇങ്ങനെയാണ് ഫോർവേഡ് കോൺട്രാക്റ്റിലെ ഒരു ട്രേഡിംഗ് നടക്കുക ബിറ്റ്വീൻ ദ ഡിഫറൻസസ് ഓഫ് സ്പോട്ട് പ്രൈസ് ആൻഡ് ഡെലിവറി പ്രൈസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ 3 months ലേറ്റർ ആണ് ഇവർ ഈ കോൺട്രാക്റ്റിന്റെ കോൺട്രാക്ട് പ്രൈസിൽ ട്രേഡിംഗ് നടക്കുന്നത്. ഇവിടെ എഗ്രിമെന്റ് ഓൾറെഡി എൻ്റർ ആണെങ്കിലും ട്രേഡിംഗ് നടക്കുന്നത് 3 months ലേറ്റർ ആണ്. ഇപ്പോൾ 3 months ലേറ്റർ ഇപ്പോൾ 12th December ആണെന്ന് വിചാരിക്കുക. സോ 3 months ലേറ്റർ 12th December. സോ അതാണ് അവരുടെ എക്സ്പയറേഷൻ ഡേറ്റ്. മനസ്സിലായോ? അപ്പോൾ ഫോർവേഡ് കോൺട്രാക്റ്റിന്റെ ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വീറ്റ് ആണ്. ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബ്രെഡ് മേക്കർ അഥവാ ട്രേഡർ ആണ്. ഷോർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലർ അഥവാ ഫാർമർ ആണ്. ദെൻ സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 കിലോഗ്രാം അറ്റ് ₹40 തന്നെയാണ്. കോൺട്രാക്ട് ഓർ ഡെലിവറി പ്രൈസും സെയിം തന്നെയാണ്. ദെൻ എക്സ്പയറേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 months ലേറ്റർ ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പോട്ട് കോൺട്രാക്ട് ആൻഡ് ഫോർവേഡ് കോൺട്രാക്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്ത് നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഫോർവേഡ് കോൺട്രാക്ട് ആണ്. മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഫോർവേഡ് കോൺട്രാക്ട് ചെയ്യുന്നത്, ഫ്യൂച്ചറിലെ റിസ്ക് ഹെഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. പിന്നെ നോ ഇനീഷ്യൽ മൂവ്മെൻറ്റ് ഒന്നും നമുക്ക് ഇല്ല. ബിക്കോസ് ഇനീഷ്യൽ പേയ്മെൻ്റ് ഒന്നും നമുക്ക് ഫോർവേഡ് കോൺട്രാക്റ്റിൽ ആവശ്യമില്ല. ദെൻ ഇറ്റ് ഈസ് എ ടൈലർ മെയ്ഡ്, അതായത് പ്രൈവറ്റൈസ്ഡ് ആണ്, കുറച്ചും കൂടി നെഗോഷിയേറ്റഡ് കോൺട്രാക്റ്റ് ആണ് ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡിസൈൻഡ് ടു സ്യൂട്ട് ദ നീഡ്സ് ഓഫ് ബയർ ആൻഡ് സെല്ലർ. ബയറിൻ്റെയും സെല്ലറിൻ്റെയും നീഡ്സ് സ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടൈലർ മെയ്ഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ഫോം ചെയ്യുക, ഫോർവേഡ് കോൺട്രാക്റ്റ് ഫോം ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ടൂൾ വിച്ച് റെഡ്യൂസസ് ദ പ്രൈസ് അൺസർട്ടൈനിറ്റി കുറയ്ക്കാനുള്ള ഫ്ലെക്സിബിൾ ടൂൾ ആയിട്ടാണ് നമ്മൾ ഫോർവേഡ് കോൺട്രാക്റ്റിനെ കാണുന്നത്. Then amount, quality and delivery details of an asset can be negotiated between both parties according to their need, because it is a tailor-made privately negotiated contract. And it is also more flexible. No initial movement is required for the forward contract. So these are the advantages. So next നമ്മൾ limitations of forward contract ആണ് നോക്കുന്നത്. എന്താണ് limitations? ലിമിറ്റേഷനിൽ ഫസ്റ്റ് നമുക്ക് പറയാം ഇറ്റ് ഈസ് ലിക്വിഡിറ്റിയാണ്. ബിക്കോസ് ഫോർവേഡ് കോൺട്രാക്റ്റ് നോട്ട് എക്സ്ചേഞ്ച് ട്രേഡഡ് ആണ്. സോ അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല, ലിക്വിഡിറ്റി കുറവായിരിക്കും ഫോർവേഡ് കോൺട്രാക്ട്, അല്ലെങ്കിൽ പ്രൈസ് മൂവ്മെന്റ്സ് കുറവായിരിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ബോത്ത് ദ പാർട്ടീസ് ഹാവ് ടു വെയിറ്റ് ടിൽ ദ ടൈം ഓഫ് മെച്യൂരിറ്റി. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി കുറവാണ് ഫോർവേഡ് കോൺട്രാക്ട്, വൺ ഓഫ് ദ ലിമിറ്റേഷൻ. ദെൻ ലാക്ക് ഓഫ് സെൻട്രലൈസ്ഡ് ട്രേഡിംഗ് ആണ്. സെൻട്രലൈസ്ഡ് ട്രേഡിംഗ് മീൻസ് ഫോർവേഡ് കോൺട്രാക്ട് ഒരു ബൈലാറ്ററൽ കോൺട്രാക്ട് ആണ്. സോ ടൈലർ മെയ്ഡ് ആയതുകൊണ്ട് തന്നെ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലൊന്നും ഫോർവേഡ് കോൺട്രാക്ടിന്റെ ട്രേഡിംഗ് സാധ്യമല്ല. ദെൻ കൗണ്ടർ പാർട്ടി റിസ്ക് ആണ്. ബിക്കോസ് ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റാൻഡർഡൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് പോസിബിലിറ്റി ഉണ്ട് ദാറ്റ് വൺ ഓഫ് ദ പാർട്ടീസ് മേക്ക് ഡിഫോൾട്ട്. ഫുൾഫിൽമെന്റ് ഓഫ് ദ കോൺട്രാക്ടിന്റെ ടൈമിൽ പാർട്ടീസ് ഡിഫോൾട്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സോ ദർ ഇസ് എ ഹ്യൂജ് കൗണ്ടർ പാർട്ടി റിസ്ക് ഓർ ഡിഫോൾട്ട് റിസ്ക് ഇൻ ദ ഫോർവേഡ് കോൺട്രാക്ട്. മനസ്സിലായോ? ദെൻ ഡിഫിക്കൽട്ടി ഇൻ ട്രാൻസാക്ഷൻസ്. ഫോർവേഡ് കോൺട്രാക്ട് നീഡ്സ് ഓഫ് 2 parties എൻ്റർ ഇൻ ടു കോൺട്രാക്ട്. സോ ഇഫ് ഒരു ബയ്യർക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, ഹി ഹാസ് ടു ഫൈൻഡ് എ സെല്ലർ ഹു വിൽ ബി വില്ലിംഗ് ടു സെൽ ദ എമൗണ്ട് റൈസ് ഓൺ ദാറ്റ് ഡേ. ആ ഒരു ടൈമിൽ നമുക്ക് പറ്റിയ ഒരു മാച്ചിങ് പാർട്ടി കിട്ടുക എന്നുള്ളത് തന്നെ ഡിഫിക്കൽട്ടിയാണ് ഇവിടെ. സോ ഇതാണ് വൺ ഓഫ് ദ അതർ ലിമിറ്റേഷൻസ്. ഓക്കെ, താങ്ക് യു ഓൾ. I hope you well understand the class.